നിങ്ങൾ അറിഞ്ഞില്ലേ പൊന്നേറ്റിൽ വിലക്കുറവിന്റെ സമയം? പൊന്നേറ്റ് ഹോം വേൾഡ്, ബീച്ച് റോഡ്, ചാവക്കാട്. പൊന്നേറ്റ് ഗിഫ്റ്റ് വേൾഡ്, മെയിൻ റോഡ്, ചാവക്കാട്. പാലയൂർ പള്ളി അധികൃതർ പൊതുസ്ഥലം കയ്യേറിയതായി പരാതി. പ്രതിഷേധവുമായി പാലയൂർ പൗരസമിതി രംഗത്ത്. പാലയൂർ പള്ളിക്ക് മുൻവശമുള്ള ബസ് സ്റ്റോപ്പ് ഭാഗത്തെ സ്ഥലം കോൺക്രീറ്റ് കാലുകൾ സ്ഥാപിച്ച് ചങ്ങല കൊണ്ട് വളച്ചുകെട്ടി കയ്യേറിയെന്നാണ് ആരോപണമുയർന്നിട്ടുള്ളത്. ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ലെന്നും ബോർഡുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വർഷങ്ങളായി ഇത് പൊതുസ്ഥലമാണെന്നും സ്ഥലം കയ്യേറിയതിനെതിരെ ചാവക്കാട് പോലീസിലും പൊതുമരാമത്ത് വകുപ്പിലും ചാവക്കാട് നഗരസഭയിലും പാലയൂർ പൗരസമിതി പരാതി നൽകിയതായും പൗരസമിതി അംഗങ്ങളായ അക്ബർ കോനോത്ത്, CG സതീഷ് എന്നിവർ പറഞ്ഞു. പള്ളിയുടെ മുൻവശത്തുള്ള ബസ് സ്റ്റോപ്പിന്റെ പരിസരം ഒരു വിഭാഗം ആളുകൾ വന്നിട്ട് ചങ്ങല കൊണ്ട് കോൺക്രീറ്റ് കാലുകൾ സ്ഥാപിച്ചുകൊണ്ട് വളച്ചു കെട്ടിയിരിക്കുകയാണ്. ശക്തമായ പ്രതിഷേധമാണ് ഇതിലൂടെ ഇവിടുത്തെ പൊതുജനം പറയുന്നത്. കാരണം കാലങ്ങളായിട്ട് 2006 നഗരസഭാ ചെയർമാനായിരുന്ന MR രാധാകൃഷ്ണനുമായിട്ട് പള്ളിയിലെ അന്നത്തെ ഭാരവാഹികളും കൂടി ഉണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് പടിഞ്ഞാറ ഭാഗത്തുണ്ടായിരുന്ന ബസ് സ്റ്റോപ്പ് കിഴക്കേ ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിക്കുകയും അതിനോടനുബന്ധമായി മതിൽ കെട്ടി മറ്റു സ്ഥലം ബസ്സിന് നിർത്താനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തത്. കാലങ്ങൾക്ക് ശേഷം ഇത് ഞങ്ങളുടേതാണെന്നും പറഞ്ഞ് വളച്ചു കെട്ടുന്ന ഇത് നമ്മൾക്ക് അനുവദിക്കാൻ പാടില്ല. കാരണം നിരവധി ആളുകൾ ദൈനംദിനം ബസ്സുകളും കയറി ഇറങ്ങാൻ ഇവിടെ വന്നു പോകുന്ന ആളുകൾ ഇന്ന് വളരെ തിരക്കേറിയ ഗതാഗതക്കുരുക്കുള്ള ഈ റോഡിന്റെ മധ്യഭാഗത്ത് ബസ് നിർത്തി ഇറങ്ങേണ്ടതും കയറേണ്ടതുമായ ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ സംജാതമായിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് തൊട്ടടുത്ത ഒരു 100 മീറ്റർ അകലെ ഇതുപോലെ ഒരു അപകടം ഉണ്ടാവുകയും ഒരാളുടെ കാല് മുറിക്കുകയും അദ്ദേഹം മരണപ്പെടുകയും ഉണ്ടായ ഒരു സംഭവം ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അപ്പൊ അത്തരത്തിൽ പാവറട്ടി ചാവക്കാട് റോഡിലുള്ള ഈ ഗതാഗത കുരുക്കിനെ കുറച്ചും കൂടെ ശക്തിപ്പെടുത്തുന്ന രീതിയിലാണ് ഈ ചങ്ങല കൊണ്ട് ഇവിടെ ബന്ധിച്ചിട്ടുള്ളത്. അത് നിയമപരമായി ഞങ്ങൾ നേരിടും, ഇവിടുത്തെ പൊതുജനം നേരിടുമെന്നാണ് പറയാനുള്ളത്. ഞങ്ങളുടെ എല്ലാ മേഖലകളിലേക്കും പരാതികൾ കൊടുത്തിട്ടുണ്ട്. ആ പരാതികളുടെ അടിസ്ഥാനത്തിൽ അവരന്വേഷിച്ചിട്ടുണ്ട്. അവരന്വേഷിച്ചതിൽ ഞങ്ങൾ അവകാശപ്പെടുന്ന ഇത്തരം കാര്യങ്ങൾ വാസ്തവമാണെന്ന് തോന്നുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് കൃത്യമായി എത്രയും പെട്ടെന്ന് എടുത്തു മാറ്റണം. ഇവിടെ നഗരസഭയുടെ നിരവധി ബോർഡുകൾ ഇവിടെയുണ്ട്. ഇതിനകത്ത് ബസ് സ്റ്റോപ്പിന്റെ ബോർഡുകളുണ്ട്, RTO വെച്ചിട്ടുള്ള ബോർഡുകളുണ്ട്, ചാവക്കാട് പോലീസ് വെച്ച ബോർഡുകളുണ്ട്, നഗരസഭയുടെ വേസ്റ്റ് മാലിന്യം ഇടുന്ന സാധനങ്ങൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധി സാധനങ്ങൾ സ്ഥാപിച്ചതിന്റെ ഉള്ളിലാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ കോൺക്രീറ്റ് കാലുകൾ കുഴിച്ചിട്ട് ചങ്ങലകൾ കൊണ്ട് ബന്ധിപ്പിച്ചിട്ടുള്ളത്. നിരവധി ആളുകൾ ഈ ബസ് സ്റ്റോപ്പിനെ ആശ്രയിക്കുന്നവരാണ്. അപ്പോൾ ഒരു വലിയ ദുരന്തം ഒഴിവാക്കാൻ എല്ലാവരുടെയും കൂട്ടായ സഹകരണം ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നക്ഷത്രത്തിലക്കവും മഞ്ഞത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്നതുല്യം ഈ വെള്ളി ആഭരണങ്ങളിൽ ആലുകാരൻ സിൽവർ ജ്വല്ലറി, ചാവക്കാട്, വാടാനപ്പള്ളി. പ്ലാറ്റിനം പോലെ സിൽവർ. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.